കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് രാജിയില്ലെന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയിലാണ് കെ.എം. എബ്രഹാമിന്റെ വിശദീകരണം. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനും മുൻ DGP ജേക്കബ് തോമസിനും തന്നോട് ശത്രുതയുണ്ടെന്നും കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിൽ കെ.എം. എബ്രഹാം പറഞ്ഞു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, എന്താണ് കെ.എം. എബ്രഹാം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? സ്വയം മൊഴിയില്ല, തന്നെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന നിലപാട് ഈ വിവാദത്തിനിടെ അദ്ദേഹം സ്വീകരിക്കുന്നു. കൂടുതലായി അദ്ദേഹം ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് എന്താണ് ഷഫീദ്? ഈ വരവിൽ കൂടുതൽ ചിലവ് അതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിനുശേഷം കാര്യമായ ഒരു പ്രതികരണത്തിലേക്ക് കെ.എം. എബ്രഹാം പോയിരുന്നില്ല എന്ന് മാത്രമല്ല ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ കിഫ്ബി ജീവനക്കാർക്ക് വേണ്ടി അദ്ദേഹം ഇന്നിറക്കിയ വിഷുദിന സന്ദേശത്തിലാണ് കിഫ്ബി CEO ആയിട്ടുള്ള കെ.എം. എബ്രഹാം ഈ പുതിയ വിവാദത്തിൽ അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഈ കിഫ്ബി CEO എന്ന പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പദ്ധതിയുടെ ഏറ്റവും തലപ്പത്തെ ചുമതലയിൽ താൻ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും മാത്രവുമല്ല CBI അന്വേഷണം ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നും കെ.എം. എബ്രഹാം പറയുന്നുണ്ട്. ഹർജിക്കാരനെതിരെയും അദ്ദേഹം കടുത്ത വിമർശനം ഉയർത്തുന്നതാണ് ഇതിലെ പ്രത്യേകത. അതായത് ഹർജിക്കാരൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടി അത് ആരാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ അദ്ദേഹം കടുത്ത ചില ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹർജിക്കാരനെതിരെ 2016 അദ്ദേഹം PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തത് താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ കണ്ടെത്തി. അതിനെതിരെ നടപടിയും, അതായത് പിഴ ഈടാക്കലടക്കമുള്ള നടപടിയും സ്വീകരിക്കുകയുണ്ടായി. ഇതിലുള്ള വൈരാഗ്യം ഹർജിക്കാരന് തന്നോടുണ്ടായിരുന്നു. മാത്രവുമല്ല ഇതൊരു ആസൂത്രണത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പരാതിക്കാരനോടൊപ്പം ഒരു മുൻ IPS ഉദ്യോഗസ്ഥനും വിജിലൻസ് മേധാവിയായിരുന്ന ആളും തനിക്കെതിരെ പ്രചരണങ്ങൾ നടത്തി എന്നുള്ള കാര്യം കൂടി കെ.എം. എബ്രഹാം വ്യക്തമാക്കുന്നുണ്ട്. ജേക്കബ് തോമസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജേക്കബ് തോമസും ഹർജിക്കാരനൊപ്പം ചേർന്നുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാമതായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ദ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്തിലാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ പരാതി എങ്ങനെയാണ് ആസൂത്രണം നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഓൺ ദ മെറിറ്റ്സ് ഓഫ് ജഡ്ജ്മെന്റ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. താൻ സെബിയുടെ ചുമതലയിൽ ഇരിക്കെ തൻ്റെ സ്വത്ത് വിവരങ്ങൾ എങ്ങനെയാണ് താൻ വരവിൽ കൂടുതൽ EMI അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിലെ ചില കാര്യങ്ങൾ കോടതി വിശദമായി പരിശോധിച്ചില്ല. രണ്ടാമത്തേത് കൊല്ലത്തെ തൻ്റെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളെ കുറിച്ചിട്ടാണ്. അതും താൻ മുൻപ് ഡിസ്ക്ലോസ് ചെയ്തതാണ്. അതിനെക്കുറിച്ചിട്ടാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചില അലിഗേഷൻ ഉയർത്തിയത്. അതുമായി ബന്ധപ്പെട്ടും ആ ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും താൻ കൊടുത്തിരുന്നെങ്കിലും അതിലും വിശദമായ പരിശോധന നടന്നിട്ടില്ല. മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷനെ കുറിച്ചിട്ടാണ്. അതിലും അദ്ദേഹം പറയുന്നു ഇതൊക്കെ താൻ ഡിസ്ക്ലോസ് ചെയ്ത കാര്യങ്ങളാണ്, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടായിരുന്നില്ല. വിജിലൻസിന് മുൻപാകെ അദ്ദേഹം ഇതൊക്കെ കൊടുത്തു, എന്നിട്ടും തന്നെ വേട്ടയാടുന്നു, അതല്ലെങ്കിൽ തന്നോട് ശത്രുത തീർക്കുന്നു എന്നുള്ളതാണ് കെ.എം. എബ്രഹാമിന്റെ നിലപാട്. മാത്രവുമല്ല ഈ വിഷയത്തിൽ തുടർ നിയമ നടപടികളടക്കം തന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും കെ.എം. എബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തർ വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകുകയായിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആക്ഷേപം, അതിലിപ്പോൾ CBI അന്വേഷണത്തിന്റെ പശ്ചാത്തലം, അതിനിടയിൽ പദവിയിൽ നിന്ന് സ്വയം ഒഴിയില്ലാതെ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് കെ.എം. എബ്രഹാം.